പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം നഗരസഭയിൽ ശാസ്തമംഗലം വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതിനോടകം തന്നെ പ്രചാരണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്കെതിരെയുള്ള വളരെയധികം അപവാദ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെതിരെ ഒന്നും പ്രതികരിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ പോയി സംസാരിക്കുന്ന വോട്ടർമാർ തന്നെ എന്നോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്ന്. കാരണം ഞാൻ മിണ്ടാതിരുന്നാൽ ഇതിന് ശക്തി പ്രാപിക്കുകയുള്ളൂ, വീണ്ടും വീണ്ടും അനാവശ്യ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു IPS ഓഫീസർ ആകുന്നതിന് മുൻപ് ഞാനൊരു റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥയായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ട്യൂഷൻ ടീച്ചറായിരുന്നു. വളരെ താഴേക്കുള്ള ആൾക്കാരിൽ നിന്ന് തുടങ്ങി കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊരു IPS ഓഫീസർ വരെ ആയത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളും അതിനു മുമ്പുള്ള എല്ലാ ജോലികളും ഞാൻ 100% സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിച്ച് എല്ലാവർക്കും നന്മ കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന ഉത്തമ ബോധ്യം എനിക്കുമുണ്ട്. എന്നെ അറിയാവുന്നവർക്കെല്ലാം അത് അറിയുകയും ചെയ്യാം. പക്ഷേ ഇപ്പോഴും പഴയ ചില കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു, അത് വലിയ തെറ്റാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഒരു നല്ല സ്ഥാനാർത്ഥി പഞ്ചായത്ത് തലത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ചില പാർട്ടിക്കാർക്ക് തോന്നാവുന്ന അസഹിഷ്ണുതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, പരാജയ ഭീതിയിലായിരിക്കാം ചിലപ്പോൾ എന്നെ ഇകഴ്ത്തി കാട്ടാൻ ശ്രമിക്കുന്നത്. ഞാൻ മത്സരിക്കുന്നത് ആർക്കും എതിരെയല്ല, പക്ഷെ നന്മ വരുത്താൻ വേണ്ടി, വികസനം കൊണ്ടുവരാൻ വേണ്ടി വാർഡും അനന്തപുരിയും നല്ല രീതിയിൽ കൊണ്ടുപോകാനും അഴിമതിയില്ലാത്ത സുതാര്യമായ സുസ്ഥിരമായ വളരെ നല്ല ഒരു ഭരണം വരാനും വേണ്ടിയിട്ടാണ്. എൻ്റെ ശത്രുക്കൾ, എൻ്റെ എതിരാളികൾ കാൻഡിഡേറ്റ്സ് ഒന്നും അല്ല, പക്ഷേ എൻ്റെ മിത്രങ്ങൾ ഇവിടെയുള്ള എല്ലാ വോട്ടർമാരുമാണ്. ആറ്റുകാലിലുള്ള കുത്തിയോട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലും വലിയ സംഭവമാക്കി മാറ്റുകയും പഴയ സംഭവങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണം നടത്തുകയും ചെയ്യുന്നത് തികച്ചും മ്ലേച്ഛകരമായിട്ടുള്ള പരിപാടിയാണ്. ആറ്റുകാൽ ഭഗവതിയെ പോലും ഇലക്ഷൻ്റെ പ്രചാരണ വസ്തുവായിട്ട് പ്രതിപക്ഷക്കാർ ഉപയോഗിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിരോധവും വിഷമവും തോന്നാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ ക്ഷമിക്കുകയാണ്. ഭഗവതി എല്ലാം സംരക്ഷിക്കട്ടെ എന്നുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞാൻ എല്ലാം വിട്ടുകളയുകയാണ്. ഒരു വാർഡ് കൗൺസിലറിൻ്റെ ജോലി എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. തെരുവിൽ ഒരു നായും ചത്ത് കിടക്കുന്ന അവസ്ഥയെ ഉണ്ടാവില്ല, തെരുവിൽ ഒരു നായ പോലും ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതി വരുത്തുക എന്നതാണ് ലക്ഷ്യം. എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ത്വരിതഗതിയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുക, കുടിവെള്ളം ലഭിക്കുക എല്ലാ സമയവും, റോഡുകൾ പൊട്ടിപ്പൊളിയാതിരിക്കുക, പൈപ്പ് പൊട്ടാതിരിക്കുക, എല്ലായിടത്തും സ്വച്ഛമായിട്ടുള്ള വായു എത്തുക, മാലിന്യം ഇല്ലാതാകുക, തെരുവ് വിളക്കുകൾ എപ്പോഴും കത്തി നിൽക്കുക, ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ തൊട്ട് പുതിയ പുതിയ നയരൂപീകരണങ്ങളും വികസിത തന്ത്രങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണയന്ത്രവും അനന്തപുരിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുപോലെ എനിക്കെതിരെ വരുന്ന ഈ തെറ്റായ വാർത്തകളും മോശം വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന കഥകളും വിശ്വസിക്കാതിരിക്കുക. ഞാൻ എപ്പോഴും നന്മയുടെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ, നിങ്ങളോടൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ, നിങ്ങളുടെ ഉന്നമനത്തിനായി എപ്പോഴും ഞാൻ നിൽക്കും എന്ന വാഗ്ദാനത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. ശാസ്തമംഗലത്തുള്ള എല്ലാ വോട്ടർമാരും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്ന് നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ.